ലഹരി മാഫിയയും മദ്യപ സംഘങ്ങളും കാരണം ഈ നാടിന്റെ സാമൂഹ്യ അവസ്ഥ തന്നെ തകരുകയാണ്. സാധാരണ മനുഷ്യർക്ക് കുടുംബത്തോടൊപ്പം പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. പോലീസിനെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്ന സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് തന്നെ വെല്ലുവിളിയാണ്. ഇടുക്കി മാങ്കുളത്തും തിരുവനന്തപുരം കാട്ടാക്കടയിലും അക്രമം അഴിച്ചുവിട്ടത് മദ്യപ സംഘങ്ങളാണ്. സ്ത്രീകളടങ്ങുന്ന വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്നത് കണ്ടിട്ടും കാഴ്ചക്കാരായി പോലീസ് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഈ നാട്ടിൽ സാധാരണ പൌരന് ആര് സംരക്ഷണം കൊടുക്കും? ആരാണ് ഈ അക്രമികളെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. വിഷു ദിവസം ഇടുക്കി മാങ്കുളത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയതായിരുന്നു എറണാകുളം ചെറായി സ്വദേശി നിതീഷും കുടുംബവും. അതിനിടെ മദ്യപിച്ചെത്തിയ സംഘം ഇവരുടെ വാഹനത്തിന് നേരെ ജീപ്പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതോടെ മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. നാട്ടുകാർ ഇടപെട്ടിട്ടും അക്രമി സംഘം വിനോദസഞ്ചാരികളെ പോകാൻ അനുവദിച്ചില്ല. തുടർന്ന് പോലീസ് എത്തിയിട്ടും ഇവർക്ക് യാതൊരു കൂസലുമില്ല. ഈ സമയം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെയും കല്ലേറുണ്ടായി. ആനക്കുളത്ത് സഞ്ചാരികൾക്ക് നേരെ അസഭ്യവർഷവും ആക്രമണം നടത്തിയെന്ന പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞങ്ങളാണ് മോശമായിട്ട് പറഞ്ഞത്. ചെറായിൽ നിന്നും ആനക്കുളം കാണാനെത്തിയ സ്ത്രീകളടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ ഞായറാഴ്ചയാണ് ചെക്ക് ഡാം ഭാഗത്ത് വെച്ച് മദ്യപ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. മദ്യപിച്ചെത്തിയ സംഘം വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെ ജീപ്പ് ഇടിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഇത് ചോദ്യം ചെയ്തതോടെ സംഘം സഞ്ചാരികൾക്ക് നേരെ അസഭ്യവർഷം നടത്തുകയായിരുന്നു. പരസ്യമായി മദ്യപിച്ച സംഘം ഇവരെ പോകാനും അനുവദിച്ചില്ല. നാട്ടുകാർ ഇടപെട്ടിട്ടും മദ്യപ സംഘം വിനോദസഞ്ചാരികളെ പോകാൻ അനുവദിച്ചില്ല. തുടർന്ന് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് പോലീസ് എത്തിയതിനു ശേഷമാണ് വിനോദസഞ്ചാരികൾ ഇവിടെ നിന്ന് പോയത്. പിന്നീട് മൂന്നാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഞങ്ങൾ ഒരു 4:30 തിരിച്ചു പോരാൻ വേണ്ടി കാറിനടുത്തേക്ക് വരുമ്പോഴാണ് കണ്ടാലറിയുന്ന 3 പേര് ജീപ്പായിട്ട് ഞങ്ങളുടെ നേരെ ഇടിക്കാനായിട്ട് തന്നെ വന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഞങ്ങൾ അറിയാതെ പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് പുറകോട്ട് മാറി. പിന്നെ അവർ പിന്നെയും വന്ന് നമ്മൾ വണ്ടി തട്ടി. ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ വീണു, അയാളുടെ കാലിന് ചെറിയ പരിക്കുണ്ട്. അത് ചോദിക്കാൻ വേണ്ടി ചെന്ന എൻ്റെ ഹസ്ബൻഡിന് കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനെ അവർ തല്ലി. അത് കണ്ടു നിന്ന കുറച്ച് തമിഴ്നാട് സ്വദേശികൾ കുട്ടികളുണ്ടായിരുന്നു. അവരാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചത്. അവരെ ആക്രമിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മുന്നിൽ വെച്ച് മദ്യപിക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സ്ത്രീകളോട് സംസാരിച്ചത്. അസഭ്യമായ വാക്കുകൾ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിലെ ഹോട്ടലിലും മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം കണ്ടു. മദ്യലഹരിയിലെത്തിയ സംഘം ഹോട്ടൽ അടിച്ചു തകർത്തു. സംഘർഷത്തിനിടെ ഹോട്ടൽ ജീവനക്കാരനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഹോട്ടൽ കാഷ്യർ ഉദയദാസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരി വിളമ്പാൻ വൈകിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയും മർദ്ദിച്ചതായി പരാതിയുണ്ട്. ഉച്ചയ്ക്ക് 12:30 കാട്ടാക്കട പൂവച്ചൽ റോഡിൽ നക്രാംചിറയ്ക്ക് സമീപം മയൂര ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ്സിലാണ് സംഭവം.
ബൈക്കിലെത്തിയ 2 പേർ ഭക്ഷണം കഴിക്കുന്നതിനിടെ കറി ആവശ്യപ്പെട്ടു. ഈ സമയം മറ്റൊരാൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാരൻ ഇവരുടെ അടുത്തെത്തിയപ്പോൾ മർദ്ദിക്കുകയായിരുന്നു. ഇതിനിടെ അക്രമികളിൽപ്പെട്ട 2 പേർ കൂടി ബൈക്കിലെത്തി. സംഘർഷത്തിനിടെയാണ് ഹോട്ടൽ കാഷ്യർ പൂവച്ചൽ നാവെട്ടിക്കോണത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഉദയദാസിന് കുത്തേറ്റത്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദയദാസിന്റെ മുഖത്താണ് കുത്തേറ്റത്. വാഹനത്തിന്റെ താക്കോലിനൊപ്പം ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് കുത്തിയത്. ഹോട്ടലുടമ പൂവച്ചൽ സ്വദേശി പ്രവീണിന് മുഖത്തും ചുണ്ടിലും പരിക്കേറ്റു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മർദ്ദനമേറ്റു. പലരും ഇറങ്ങിയോടിയാണ് രക്ഷപ്പെട്ടത്. കാട്ടാക്കട മാർക്കറ്റിലുള്ളവരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. ഇവിടെ 2 പേര് വെള്ളമടിച്ചുകൊണ്ട് വന്ന് സാധനം വാങ്ങാൻ കയറിയതാണ്. അത് കഴിഞ്ഞ് സാധനം വാങ്ങി പാഴ്സൽ ചെയ്തപ്പോൾ അവർക്ക് ഗ്രേവി വേണമെന്ന് പറഞ്ഞുണ്ടായ വിഷയങ്ങളുമായിട്ട് കാഷ്യർ കൈകാര്യം ചെയ്യുകയും കത്തി കൊണ്ട് കുത്തുകയും ചെയ്തു. അവർ ഈ താക്കോലിലുണ്ടാകുന്ന കത്തി നിർത്താണ് ആ വാങ്ങയുടെ മുഖത്ത് കുത്തിയത്. അങ്ങനെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ചന്തയിലുള്ള ആളുകളാണ്, അറിയാവുന്ന ആളുകളാണ്. മൊത്തം കട സ്റ്റാഫൊക്കെ എല്ലാം അടിയിട്ടിട്ടുണ്ട്. സാധനങ്ങൾ മൊത്തവും അവർ നശിപ്പിച്ചിട്ടാണ് പോയത്. ആഹാര സാധനം, ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അക്രമി സംഘം വലിച്ചെറിഞ്ഞു. കടയുടെ മുൻവശത്തെ ഗ്ലാസ് അടിച്ചു പൊടിച്ച നിലയിലാണ്. ഹോട്ടലുടമ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളുടെ പ്രധാന ഇടപാടുകൾ ഇപ്പോൾ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമാണ്. ഈ ഇടപാടിൽ കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് തിരിച്ചടി നൽകുന്നതാണ് സംഘത്തിന്റെ രീതി. വയനാട് കരണിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇതിന്റെ പകയായിരുന്നു. കേസിലെ പ്രധാന പ്രതി മുഹ്സീൻ കൂടി അറസ്റ്റിലായതോടെ കേസിന് പിന്നിലെ ആസൂത്രകനെയും പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷ. ഈ കേസിലെ മുഖ്യ സൂത്രധാരനും ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയുമായ കുപ്രസിദ്ധ കുറ്റവാളി മോനായിക്ക് വേണ്ടി ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. നാദാപുരം, താമരശ്ശേരി കേസുകളിലും മോനായുടെ പങ്ക് നേരത്തെ പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളിൽ പലരും സ്വർണ്ണക്കടത്തിലേക്കും പൊട്ടിക്കലിലേക്കും കടന്നത് സമീപ വർഷങ്ങളിലാണ്. ഇതിൽ ചതിക്കപ്പെട്ടാൽ വകവരുത്തുകയാണ് ഗുണ്ടാ സംഘങ്ങളുടെ രീതി. കഴിഞ്ഞ ഒക്ടോബറിൽ കരണി സ്വദേശിയായ അഷ്കർ അലിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ കാരണവും സ്വർണ്ണക്കടത്തിന്റെ പ്രതികാരമായിരുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘമായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ അഷ്കർ അലിയെ വീട്ടിൽ കയറി ആക്രമിച്ചത്. ഈ കേസിലെ 12 പ്രതികളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. എന്നാൽ മുഖ്യപ്രതികളിൽ ഒരാളായ മുഹ്സീൻ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയി. തട്ടിപ്പും വെട്ടിപ്പും ലഹരി ഇടപാടുമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ മുഹ്സീൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചിയിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ബംഗാളികളോടൊപ്പം എറണാകുളം ഓടക്കാലിയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന മുഹ്സീനെ പനമ്പള്ളി നഗരത്തിൽ നിന്നാണ് മീനങ്ങാടി പോലീസ് പിടികൂടിയത്. നിരവധി കേസുകളിൽ പ്രതിയായ മുഹ്സീന്റെ പേരിൽ വയനാട്ടിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് സമീപകാലത്ത് നടന്ന 2 സ്വർണം പൊട്ടിക്കൽ കേസിലും മുഹ്സീന് പങ്കുണ്ടെന്നാണ് സൂചന. ആ കേസിൽ നിരവധി പേർ കുടുങ്ങുമെന്നാണ് വിവരം. കരണിയിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി മുഹ്സീൻ കൂടി പിടിയിലായതോടെ ഇതിന്റെ പിന്നിലെ ആസൂത്രകനെയും പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷ. ഈ കേസിലെ മുഖ്യ ആസൂത്രകനും ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയും കുപ്രസിദ്ധ കുറ്റവാളിയുമായ മോനായിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായിട്ടുണ്ട്. മോനായുടെ നിർദ്ദേശപ്രകാരമാണ് അഷ്കർ അലിയെ വീട്ടിൽ കയറി ആക്രമിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സ്വർണം കടത്തിലും പൊട്ടിക്കലിലും ചതിക്കുന്നവരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് മോനായുടെയും സംഘത്തിന്റെയും രീതി. ന്യൂസ് 18 വയനാട്. കാണാതാവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്ത മൊബൈൽ ഫോണുകൾ തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ഇനി നിരാശപ്പെടേണ്ട. നഷ്ടപ്പെട്ട ഫോൺ കൈയോടെ പിടികൂടാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ MS അനീഷ് കുമാറിന്റെ ഫോൺ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ ലഭിച്ചു. ഫോൺ വിൽക്കാനെത്തിയ ആളെ മൊബൈൽ ഷോപ്പ് ഉടമകൾ പിടികൂടി പോലീസിന് കൈമാറുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുന്ന നിരവധി സംഘങ്ങളുണ്ടെന്നാണ് വിവരം.
കോഴിക്കോട് ബീച്ചിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി റിപ്പോർട്ട് ചെയ്ത് മടങ്ങും വഴിയാണ് ഫോൺ നഷ്ടമായത്. രാത്രിയിൽ തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. രാവിലെ ഓൾ കേരള മൊബൈൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഒരാളുമായി ബന്ധപ്പെടുകയും ഫോണിന്റെ IMEI വിവരങ്ങളടക്കമുള്ള വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ മൊബൈൽ കടകളിൽ ഒന്നിൽ നിന്നും ഗൾഫ് ബസാറിലെ കടകളിൽ ഒന്നിൽ നിന്നും കോൾ എത്തുകയും എൻ്റെ ഫോൺ അവിടെ വിൽക്കാനായി എത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈ മൊബൈൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള മുഴുവൻ മൊബൈൽ കടകളുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്ക് ഈ നമ്പറും EMI നമ്പറും കോൺടാക്ട് നമ്പറുകളടക്കം നൽകുകയും ചെയ്യും. മൊബൈൽ ഫോണുകൾ വിൽക്കാനായി ഷോപ്പുകളിൽ എത്തിക്കുമ്പോൾ അവർ ആ മൊബൈൽ ഫോണുകളുടെ IMEI നമ്പറുകൾ പരിശോധിക്കുകയും മോഷ്ടിക്കപ്പെട്ട ഫോണാണോ ഇതെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. എന്തായാലും രാവിലെ തന്നെ എൻ്റെ ഫോൺ ലഭിച്ച ആൾ ഈ ഫോണുമായി ഗൾഫ് ബസാറിലെ കടയിൽ വിൽക്കാനായി എത്തുകയും ആദ്യം വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ലോക്ക് അഴിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി ലോക്ക് അഴിച്ച് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ ടെക്നീഷ്യൻ അതിൻ്റെ IMEI നമ്പർ പരിശോധിക്കുകയും എൻ്റെ ഫോണാണെന്ന് തിരിച്ചറിയുകയും എന്നെ വിവരം അറിയിക്കുകയുമായിരുന്നു. എന്തായാലും ആ ഫോണിനെ ലഭിച്ചതിനെക്കുറിച്ച് ഈ ഷോപ്പിലെ യുവാവ് പറയുന്നത് ഇങ്ങനെയാണ്. അല്ല, അവർ സെയിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സെയിൽ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ലോക്ക് അവർക്ക് അറിയില്ല. ലോക്ക് അറിയാത്തപ്പോൾ ചോദിച്ച സമയത്ത് നമുക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് വരും. മെസ്സേജ് വരുന്ന സമയത്ത് ചെക്ക് ചെയ്ത സമയത്ത് IMEI നമ്പറിൽ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തത്. ഞങ്ങൾ 2017 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ മിസ്സിംഗ് ഫോണുകളുടെ അപ്ഡേറ്റുകൾ നമ്മളതിനകത്ത് വരാറുണ്ട്. ആളുകൾ നഷ്ടപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഓൾ കേരള ബേസിൽ 536ഓളം മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ മൊബൈൽ ഫോൺ വിൽപ്പന ആളുകളുടെയും അതുകൂടാതെ ഗവൺമെന്റ് തലത്തിൽ RPF, പോലീസ് എന്ന് വേണ്ട സംവിധാനങ്ങളെയും ഈ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഏതൊരു ഭാഗത്ത് ഒരു ഫോൺ മിസ്സായി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ അറിയുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി. അത് കാരണം കോഴിക്കോട് ഫോൺ കൊച്ചിയിൽ വിറ്റാലും കൊച്ചിയിലെ ഫോൺ ട്രിവാൻഡ്രത്ത് വിറ്റാലും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും. ഓരോ ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ഫോണുകളാണ് ഇത്തരത്തിൽ മൊബൈൽ ഷോപ്പ് ഉടമകൾ അവർ നടത്തുന്ന പരിശോധനയിൽ ലഭിക്കുന്നത്. പോലീസിലെയും RPFിലെയും ഒക്കെ ഉദ്യോഗസ്ഥരടങ്ങുന്ന വിശാലമായ ഗ്രൂപ്പുകൾ ഇവർക്ക് ഉണ്ടുതാനും. ഇത്തരത്തിൽ 30-ലധികം ഫോണുകളാണ് ഓരോ മാസവും ഓരോ സ്റ്റേഷനുകളും നൽകുന്നതെന്നാണ് ഇവർ പറയുന്നത്. മൊബൈൽ ഫോണുകൾ ലഭിക്കുന്നതിനപ്പുറം വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രതികളെയും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ വിൽക്കാൻ എത്തുമ്പോൾ സംശയത്തിൽ അവർ തടഞ്ഞുവെക്കുകയും പോലീസിനെ വിളിച്ചു വിവരം അറിയിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്നും മനസ്സിലാവുന്നു. എന്തായാലും കോഴിക്കോട് ബീച്ചിനടുത്ത് ആക്രി പെറുക്കി ജീവിക്കുന്നയാളെന്ന് പറയുന്ന ഒരാളാണ് ഫോണുമായി ഇന്നലെ വിൽക്കാനായി ഗൾഫ് ബസാറിൽ എത്തിയത്. ഇയാൾ പണത്തിന് വേണ്ടി പെട്ടെന്നുള്ള പണത്തിന്റെ ആവശ്യത്തിനായി ഇത്തരം കൃത്യം നടത്തിയതാണ് എന്നാണ് കരുതുന്നത്. അടുത്തിടെ കോഴിക്കോട് ബീച്ചിന്റെ പരിസരത്തു നിന്നും നിരവധി പേർക്ക് ഇത്തരത്തിൽ ഫോൺ നഷ്ടമാവുകയും ചെയ്തു. മറ്റാരെങ്കിലും ഈ കൃത്യത്തിന്റെ പിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട് പുതുപ്പാടിയിലെ ഗിരീഷിനും ഭാര്യ ബിന്ദുവിനും 10 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിച്ചത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രതീക്ഷയോടെ നാളുകൾ കാത്തിരുന്ന ഈ ദമ്പതികൾക്ക് പക്ഷേ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ സമ്മാനിച്ചത് തീരാ കണ്ണീരാണ്. 4 മാസം മുൻപ് പ്രസവത്തിനായി എത്തിയ ബിന്ദുവിനെ ഡോക്ടറില്ലെന്ന് പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശിച്ചു. ആ സമയം കുഞ്ഞ് പകുതി പുറത്തു വന്നിരുന്നു. അധികൃതരുടെ അനാസ്ഥ കാരണം 4 മാസത്തിലേറെ ചികിത്സയിലായിരുന്ന കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പുതുപ്പാടി ഈങ്ങാപ്പുഴ കോരങ്ങലിൽ ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബിന്ദു ഗർഭിണിയായത്. പ്രസവ വേദനയെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 4-ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് ആശുപത്രി അധികൃതർ ഇവരെ അറിയിച്ചത്. കുഞ്ഞ് പുറത്തുവരുന്ന ലക്ഷണം കണ്ടതോടെ അടിപ്പാവാട വലിച്ചുമുറുക്കി കെട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചുവെന്നും ഇവർ പറയുന്നു. കുട്ടി താഴോട്ട് ഇറങ്ങി ഒരു കുട്ടീൻ്റെ നടുവാണ് പുറത്തേക്ക് വരുന്നതെന്ന് അവർ പറഞ്ഞത്. കുട്ടീൻ്റെ പകുതി ഭാഗവും പുറത്തേക്ക് വന്നപ്പോൾ അവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ കുട്ടീനെ ഉള്ളിലേക്ക് തന്നെ തള്ളി കയറ്റി വെച്ചിട്ട് ഞാൻ അടിയിൽ കൊടുത്ത പാവാട
അത് അവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സാകുമ്പോഴൊക്കെ സ്ത്രീകൾ ഉടുക്കുന്ന മാതിരി അവരത് വലിച്ചു കെട്ടി ഉടുത്ത് ടൈറ്റാക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞു പുഷ് ചെയ്യരുത്, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് പുറത്തേക്ക് വരും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിത് അഴിക്കി, എനിക്ക് കുഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളിത് അഴിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരത് അയക്കാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെക്കായിട്ട് 15 മിനിറ്റിൻ്റെ വ്യത്യാസം ഡോക്ടർമാർ പറഞ്ഞപ്പോഴായിരുന്നു. എൻ്റെ കുഞ്ഞ് 4 മാസം വെന്റിലേറ്റർ ഇന്നലെ 2:45 എൻ്റെ കുട്ടി മരണപ്പെട്ട്. ഞാൻ ആരോടോ പറയുന്ന എൻ്റെ വിഷമം. ഒരുപാട് പരാതി ഞാൻ കൊടുത്ത്. പ്രസവ സമയത്ത് ശ്വാസം കിട്ടാതെ മസ്തിഷ്ക ക്ഷതം സംഭവിച്ച് അബോധാവസ്ഥയിലായിരുന്ന കുഞ്ഞ് 4 മാസമായി വെന്റിലേറ്ററിലായിരുന്നു. നേരത്തെ നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണെന്നും താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥ കാരണമാണ് കുഞ്ഞ് മരിച്ചതെന്നുമാണ് ആരോപണം. താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും താമരശ്ശേരി DYSPയ്ക്കും ഇവർ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. 4 മാസത്തെ ആശുപത്രിവാസം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ വീടിന്റെ വാടക കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനാൽ വീടൊഴിയാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നീതിക്കായി കോടതിയെ സമീപിക്കുമെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലെന്നും ഇവർ പറയുന്നു. താമരശ്ശേരി. പോലീസിന്റെ വാഹന പരിശോധനകൾ പലതും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇതിൽ കുടുങ്ങുന്നതിൽ കൊടും കുറ്റവാളികളുമുണ്ട്. കൊല്ലം ചടയമംഗലത്ത് ഇരുചക്ര വാഹനം മോഷ്ടിച്ച ബീഹാർ സ്വദേശി ശിവഗിരിയെ പോലീസ് പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെയാണ്. മോഷ്ടിച്ച ബൈക്കിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി കുടുങ്ങിയത്. ഇങ്ങനെയുള്ള വാഹന പരിശോധനകളിൽ പിടിയിലാകുന്നതിൽ അധികവും മോഷ്ടാക്കളും ക്രിമിനൽ സംഘങ്ങളുമാണ്. കൊല്ലം ചിതറ പോലീസിന്റെ വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സംശയാസ്പദമായി വാഹനമോടിച്ചു വന്ന ബീഹാർ സ്വദേശിയെ പോലീസ് തടഞ്ഞു നിർത്തി വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് മോഷണമാണെന്ന് മനസ്സിലായത്. വാഹനം ആയൂർ മലപ്പരൂർ സ്വദേശിനിയുടേതാണെന്ന് കണ്ടെത്തി. മോഷ്ടിച്ചെടുത്ത ബൈക്കിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ചിതറ പോലീസ് പ്രതി ശിവഗിരിയെ ചടയമംഗലം പോലീസിന് കൈമാറി. വാഹനോടമയുടെ പരാതിയിൽ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. മോഷ്ടിച്ച രീതികൾ പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ഇയാൾ മുൻപ് മോഷണ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സ്വർണത്തിന് റെക്കോർഡും പിന്നിട്ട് വില കുതിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കള്ളന്മാരെയാണ്. മോഷ്ടാക്കൾ നാട്ടിൽ വിലസുമ്പോൾ വീട്ടിൽ സ്വർണം വെക്കുന്നതും തന്നെ അപകടകരമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീട്ടുകാർ മൂകാംബിക്ക് പോയ സമയത്താണ് കള്ളൻ കയറിയത്. വീട് കുത്തിത്തുറന്ന് 35 പവനോളം സ്വർണം കവർന്നു. കഴക്കൂട്ടം പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിളയിൽക്കുളം സൗപർണികയിൽ ശ്യാമിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ശ്യാമും കുടുംബവും വെള്ളിയാഴ്ച മൂകാംബികയിൽ പോയിരിക്കുകയായിരുന്നു. തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിലാണ്. വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ അലമാരയിലുണ്ടായിരുന്ന 35 പവനോളം സ്വർണം നഷ്ടമായതായി കണ്ടെത്തി. അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലം പരിശോധിച്ചു. പോലീസ് നായ വീടിനടുത്ത് സ്വകാര്യ ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തിയാണ് നിന്നത്. മോഷണം എന്നാണ് നടന്നതെന്ന് വ്യക്തമല്ല. മോഷ്ടാക്കൾ ഗ്ലൗസ് ധരിച്ചിരുന്നതായി വിരലടയാള വിദഗ്ധർ വ്യക്തമാക്കി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കഴക്കൂട്ടം.
നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ ദിവസമാണിത്. മെമ്മറി കാർഡിന്റെ ക്യാഷ് വാല്യൂ മാറിയതിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നതിനെതിരായി ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ജില്ലാ ജഡ്ജി നിഷേധിച്ച മൊഴിപ്പകർപ്പ് നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. ഇത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ദിലീപ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപ് കോടതിയിൽ അപ്പീൽ നൽകിയത്. തീർപ്പാക്കിയ ഹർജിയിൽ ഉത്തരവിറക്കിയത് തെറ്റെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മെമ്മറി കാർഡ് അന്വേഷണ ഹർജിയിലെ എതിർകക്ഷിയായ ദിലീപിനെ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അതിജീവിത സിംഗിൾ ബെഞ്ചിന് മുന്നിൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മെമ്മറി കാർഡ് കേസിൽ ദിലീപിന്റെ താൽപര്യം എന്തെന്നും അന്വേഷണത്തെയും മൊഴിപ്പകർപ്പ് നൽകുന്നതിനെയും 8ാം പ്രതി എതിർക്കുന്നത് എന്തിനെന്നുമായിരുന്നു അതിജീവിതയുടെ വാദം. കേസിൽ അതിജീവിത ജഡ്ജിമാരെയും കോടതിയിലെ ജീവനക്കാരെയും അഭിഭാഷകരെയും മോശക്കാരാക്കുകയാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. തന്റെ എതിർപ്പ് രേഖപ്പെടുത്താതെയാണ് സിംഗിൾ ബെഞ്ച് അതിജീവിതയ്ക്ക് സാക്ഷി മൊഴിപ്പകർപ്പ് നൽകാൻ ഉത്തരവിട്ടതെന്ന് ദിലീപ് കോടതിയെ അറിയിച്ചു. അതേസമയം കോടതി ഉത്തരവിനെ എതിർക്കാൻ പ്രതിക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ ചോദിച്ചു. ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിയാൻ തനിക്ക് അവകാശമുണ്ടെന്നും തന്റെ മൗലിക അവകാശമാണ് ലംഘിക്കപ്പെട്ടതെന്നും അതിജീവിത കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി മൊഴിപ്പകർപ്പ് ദിലീപിന് എന്തിനാണെന്നും അതിജീവിത ചോദിച്ചു. എന്നാൽ അതിജീവിതയുടെ ഹർജി തീരുമാനമെടുത്ത് തീർപ്പാക്കിയ ശേഷം വീണ്ടും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സിംഗിൾ ബെഞ്ചിന് ആകില്ലെന്നാണ് ദിലീപിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഈ ഉത്തരവ് നിയമവിരുദ്ധമെന്നും ദിലീപ് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഈ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL പിന്നാലെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിങ്കളാഴ്ച രാവിലെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ച CMRL ചീഫ് ഫിനാൻസ് ഓഫീസറും സീനിയർ IT ഓഫീസറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അടുത്ത ദിവസമാണ് വിട്ടയച്ചത്. അതിനുശേഷം ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തുടർച്ചയായ 2ാം ദിവസവും CMRL MD ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ K. സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെ പകലും രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം രാവിലെ 11 മണിയോടെയാണ് വിട്ടയച്ചത്. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു CMRL MDക്ക് വീണ്ടും ഹാജരാകാൻ സമൻസ് നൽകിയത്. IT സേവനങ്ങൾ എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ചതായി CMRL ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടില്ല. കരാർ മാത്രമാണെന്നാണ് വിശദീകരണം. ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് പ്രതികരിക്കാതെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. വൈകിട്ടാണ് CMRL ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറും മുൻ കാഷ്യർ വാസുദേവനും ഹാജരായത്. സീനിയർ മാനേജറെ ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായാണ് ചീഫ് ജനറൽ മാനേജറെ വിളിച്ചു വരുത്തിയത്. ഇതിനിടെ മാസപ്പടി കേസിൽ CFIO ഇടക്കാല റിപ്പോർട്ട് മെയ് മാസം അവസാനം സമർപ്പിക്കും. KSIDCയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ ബാന്ദ്രയിലെ വസതിക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ ലോറൻസ് ബിഷ്ണോയ്ക്കും സംഘത്തിനും പിന്നാലെയാണ് പോലീസ്. കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഹാർ സ്വദേശികളായ വിക്കി, സാഗർ എന്നിവരാണ് പിടിയിലായത്. സൽമാൻ ഖാൻ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതാണ് ബിഷ്ണോയ് സംഘത്തിന്റെ പകയ്ക്ക് കാരണം. സൽമാനെതിരെ മുൻപും പലവട്ടം ബിഷ്ണോയും സംഘവും വധഭീഷണി മുഴക്കിയിരുന്നു. അന്നു മുതൽ അംഗരക്ഷകരുടെ തണലിൽ ബുള്ളറ്റ് പ്രൂഫ് കാറിലാണ് സൽമാന്റെ യാത്ര. ബാന്ദ്രയിൽ
സൽമാൻ ഖാന്റെ വീടായ ഗാലക്സി അപ്പാർട്ട്മെന്റിന് നേരെ ഞായറാഴ്ച പുലർച്ചെ 4:55-നാണ് രണ്ടംഗ സംഘം വെടിയുതിർത്തത്. സംഭവം നടക്കുമ്പോൾ സൽമാൻ ഖാൻ വീട്ടിലുണ്ടായിരുന്നു. ബൈക്കിലെത്തിയ സംഘം 3 തവണയാണ് വെടിയുതിർത്തത്. വെടിവയ്പ്പിന് ശേഷം മുംബൈയിൽ നിന്ന് ഗുജറാത്തിലേക്ക് കടന്ന പ്രതികളെ ഗുജറാത്തിലെ ഭുജിൽ നിന്നാണ് പിടികൂടിയത്. ബീഹാർ സ്വദേശികളായ വിക്കി സാഹബ് ഗുപ്ത, സാഗർ ശ്രീജോഗേന്ദ്രപാൽ എന്നിവരുടെ അറസ്റ്റ് മുംബൈ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ബിഷ്ണോയിയുടെ സംഘത്തെ നയിക്കുന്ന രാജസ്ഥാനിലെ രോഹിത് ഗോദരയാണ് സംഭവത്തിന്റെ ആസൂത്രകനെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രതികൾ ഉപയോഗിച്ചെന്ന് കരുതുന്ന ബൈക്ക് ബാന്ദ്രയിലെ മൗണ്ട് മേരി പള്ളിക്ക് സമീപത്തു നിന്ന് നേരത്തെ കണ്ടെടുത്തിരുന്നു. അക്രമികളുടെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയിയും രംഗത്തെത്തിയിരുന്നു. ഇത് ട്രെയിലറാണെന്നായിരുന്നു നിലവിൽ കാനഡയിൽ ഒളിവിൽ കഴിയുന്ന അൻമോൾ ബിഷ്ണോയി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത്. പഞ്ചാബി ഗായകൻ സിദ്ധു മൂസേവാലയെ കൊലപ്പെടുത്തിയ കേസുൾപ്പെടെ 18ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കുളത്തൂപ്പുഴ ക്ഷേത്ര പരിസരത്ത് ഘോഷയാത്രയ്ക്കിടെ യുവതിയുടെ സ്വർണമാല അപഹരിച്ച തമിഴ്നാട് സ്വദേശിനികളിൽ 2 പേർ പിടിയിൽ. മാലയുമായി രക്ഷപ്പെട്ട സ്ത്രീക്കായി അന്വേഷണം ഊർജിതം. ഇടുക്കിയിൽ ഏലക്ക സ്റ്റോറിൽ നിന്നും ഏലക്ക മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. തേനി ഗൂഡല്ലൂർ സ്വദേശി മോഹനനാണ് പിടിയിലായത്. കോഴിക്കോട് മുക്കത്ത് മുൻ വൈരാഗ്യം മൂലം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കുന്നതായി പരാതി. ചന്തമംഗലൂർ സ്വദേശി അഹമ്മദ് നിഹാലാണ് പരാതിക്കാരൻ. കോഴിക്കോട് പുതുപ്പാടിയിൽ 17-കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. അടിവാരം സ്വദേശി ഷാഹിദാണ് മരിച്ചത്. പട്ടാമ്പി ആറങ്ങോട്ടുകരയിൽ അനധികൃത എഴുത്തു ലോട്ടറി പിടികൂടി. സംഭവത്തിൽ തളി സ്വദേശി ഉണ്ണികൃഷ്ണൻ അറസ്റ്റിൽ. വയനാട് സുഗന്ധഗിരി മരമുറിയിൽ 18 വനം വകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ. വനം വിജിലൻസ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 29 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. തലയ്ക്ക് 25 ലക്ഷം വിലയിട്ടിരുന്ന ശങ്കർ റാവുവും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. അമിതമായ മദ്യപാനം ഒരു വ്യക്തിയെ മാത്രമല്ല, അവരുടെ കുടുംബത്തെയും ഒരു സമൂഹത്തെ തന്നെയും തകർക്കുന്നുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർ നിരവധി യാത്രക്കാരുടെ ജീവൻ കയ്യിൽ വെച്ചാണ് പന്താടുന്നത്. ഇങ്ങനെ പരാതി വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTC ബസ്സുകളിൽ ബ്രീത്ത് അനലൈസർ പരിശോധന നടന്നു. 15 ദിവസം കൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ, വെഹിക്കിൾ സൂപ്പർവൈസർ അടക്കം 100 ജീവനക്കാരാണ് പരിശോധനയിൽ കുടുങ്ങിയത്. ഇവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ വിവാഹ പന്തലിലെത്തിയ വരന്റെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചും നമ്മൾ കേട്ടിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ടെത്തിയാൽ ജോലി മാത്രമല്ല വിവാഹവും മുടങ്ങുമെന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.